ഹായ്. ഇന്ന് പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഈ കഥ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഒരുപാട് ഇതുമാതിരത്തെ ഒന്നില്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് മിക്കവാറും കൗൺസിലിംഗ് കേസിൽ കേൾക്കാറുള്ളത്. ഇന്ന് ഈ കഥയിൽ മറ്റുള്ള ആളുകൾ എന്താണ് എന്നോട് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാക്കണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ എന്നാൽ ഞാനിത് കഥയായി പറയാമെന്ന് വിചാരിച്ചു. വളരെയധികം സ്വപ്നങ്ങളോടുകൂടി വിവാഹം കഴിക്കണം, നല്ല PGയും പഠിപ്പൊക്കെ ഉള്ള ഒരാൾ. ഈ കഥയിൽ ആരെയും മനസ്സിലാക്കാനോ ഐഡൻറ്റിഫൈ ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ രീതിയിലാണ് പറയുന്നത്. വളരെ സ്വപ്നങ്ങളോടുകൂടി ഏതൊരു പെൺകുട്ടിയുടെയും മാതിരി സ്വപ്നങ്ങളെല്ലാം കണ്ട് എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം എന്നോട് കുറച്ച് നേരം സംസാരിക്കാൻ എന്നും ഉണ്ടാവണം, എൻ്റേതായ ലോകം ഞങ്ങളുടെ മാത്രം എന്നൊക്കെ സ്വപ്നം കണ്ട് കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്തുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളിൽ കല്യാണമൊക്കെ കഴിച്ചു. പക്ഷെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഭാര്യ എന്ന് പറയുന്നൊരു സ്ഥാനത്തേക്ക് മര്യാദയ്ക്ക് കാണാതെ പലപ്പോഴും ആളുടെ സുഹൃത്തുക്കളെ കാര്യങ്ങളായിട്ട് ഇടയ്ക്ക് പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് സംസാരിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്ന രീതി. അതിൻ്റെ ഇടയിൽ ആൾക്ക് വേറെ അട്രാക്ഷനും മടുപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ തിരക്കുകൾ അഭിനയിക്കുകയും കുറേ അതിൻ്റേതായ കുറച്ച് ഡ്രാമാസൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് രംഗങ്ങൾ. പക്ഷേ ഇവിടെ ഞാനതൊന്നും പറയാത്തത് ഇത് മനസ്സിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവിടെ പിന്നെ ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം പെയിൻഫുള്ളായിട്ട് തോന്നി അവർ പറഞ്ഞ കാര്യങ്ങളിൽ. എന്നോട് ചോദിച്ചു, ഒരുപാട് സ്നേഹമാണ് എനിക്ക് അദ്ദേഹത്തിനോട്. അദ്ദേഹം ഒരിക്കൽ പോലും എന്നോട് എൻ്റെ വിശേഷങ്ങൾ, എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും, ഒന്നും ചോദിക്കാറില്ല. അദ്ദേഹം ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും ബാക്കിയുള്ളവരുടെ അടുത്തേക്കൊക്കെ പോയി വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ ആ വിവരങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരിക്കാൻ നോക്കാറുണ്ട്. പക്ഷെ ഒന്നും എന്നോട് പറയില്ല, എന്നെ അവോയ്ഡ് ചെയ്യുക. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഞാനും ഒന്ന് പോയിരിക്കാൻ വന്നപ്പോൾ എന്നെ മാറ്റിയിരുത്തും. വീട്ടിലുള്ള ബാക്കി അമ്മ വേറെ ആരിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് വീട്ടിലുള്ള ആൾക്കാർ തന്നെ അത് കണ്ടിട്ട് അവളിരുന്നോട്ടെ, എന്താ കുഴപ്പം, എന്താ നിനക്ക് പ്രശ്നം, നിങ്ങളിരുന്നാൽ കുഴപ്പമില്ല, അവളിരുന്ന് അവൾക്ക് ശരിയാവില്ല. അങ്ങനെ എങ്ങനെയാണോ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് സ്നേഹത്തോടു കൂടി പോവാൻ അത് മുഴുവൻ റിജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ ആഫ്റ്റർ ഓൾ ഇതുമാതിരി തന്നെ പല കേസുകളും ഉണ്ട്. ഈ ലൈഫിൽ കല്യാണം കഴിക്കുന്നത് എല്ലാവരും ചോദിക്കുമല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ, എന്താ വിശേഷം, കുട്ടികളായോ എന്നൊക്കെ ചോദിക്കുന്നവർ. ഈ ഒരു പ്രശ്നത്തിൽ എൻ്റെ അടുത്ത് പുരുഷനും സ്ത്രീക്കും പ്രശ്നങ്ങളുള്ള കഥകളുണ്ട് കേട്ടോ. ഞാനിന്നത് പറഞ്ഞു എന്ന് മാത്രം. പലപ്പോഴും ഇതിൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് വേദനിക്കുന്ന പല കഥകളും ഓരോരുത്തർ പറയാറുണ്ട്. അതായത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന കുറേ കല്യാണങ്ങൾ. അപ്പോൾ സ്വപ്നങ്ങളൊക്കെ കാണുന്നവർക്ക് അത് അവരുടെ സ്വപ്നങ്ങളാക്കി മാത്രം വയ്ക്കുക, അപ്പുറത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള അവസ്ഥ. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാനൊന്ന് അടുത്ത് പോയിരിക്കുമ്പോഴേക്കും തന്നെ എന്നെ റിജക്റ്റ് ചെയ്യുക, എന്ത് കാര്യങ്ങളും. ഇനിയിപ്പോൾ വേറൊരു കാര്യമാണ്, ഒരു കുട്ടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും നിർത്തൂലോ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താ പറയുക, സമ്മാനിച്ചിട്ട് പോകും. പിന്നെ അവരെ എന്താ പറയുക, ഒരു വഴിപാട് മാതിരിയാണ് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഐ മീൻ ഒരു എന്താ പറയുക, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ലെവലാണ്. മനുഷ്യത്വം ഇല്ലാണ്ടാവണം. പുരുഷൻ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചുറ്റും കാണുന്നുണ്ടല്ലോ, അവർക്ക് സപ്പോർട്ട് ഇവർക്ക് സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ. ഇവിടെ ഞാൻ ഈ സ്റ്റോറി നിലവിലുള്ളത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോറിയുടെ കണ്ടൻറ്റ് ഞാൻ രണ്ടുപേരുടെ ടെസ്റ്റ് ചെയ്തിട്ട് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തരും ഉത്തരങ്ങൾ പറയണം. ഈ ഉത്തരങ്ങൾക്കകത്ത് അവരിയ്ക്കുന്നുണ്ട്, അവർക്കറിയണം സാധാരണ ജനങ്ങൾ. കാരണം നമ്മുടെ നാട്ടിൽ സദാചാരവും ജനങ്ങളും നാലുകൂറും ഉണ്ടല്ലോ, ഭയങ്കര സ്നേഹമല്ലേ. ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും എന്താ ചെയ്യണ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാരാണല്ലോ നാലുകൂറും. അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ കഥയിലെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ. ഈ കുട്ടി പറയുന്നത് ഓരോ പ്രാവശ്യവും ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസം ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വളരെ നിസ്സാരമായി കാണേണ്ട ചെറിയ പ്രശ്നങ്ങൾക്ക് എനിക്കിപ്പോൾ തന്നെ അത് ആളുടെ ഫിസിക്കൽ നീഡ്സിൻ്റെ ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസ്, അത് വേണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ സമയം കളഞ്ഞു.
പിന്നെ എപ്പൊക്കെ ഇവർ ചെല്ലുന്നോ ഇവരെ അങ്ങോട്ട് മാറ്റിയിരുത്തുക. ഏതു നേരവും പുറത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകാൻ ക്ലബ്ബിൽ പോയി അവിടെ പോയി ഫോണിലിരിക്കുക ഇതാവാണെന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. സ്വന്തം ബെഡ്റൂമിൽ വന്നോ രണ്ടുപേർ അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിരിഞ്ഞും ഇരിക്കുക, എന്നിട്ട് ഫോണിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കുക ഇതാവാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോലി സ്ഥലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോവാം രക്ഷപ്പെടാൻ. അവിടെ ചെന്ന് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് പിന്നീട് അതിനിടയിലും ഇവരറിയുന്ന ഒരു സത്യമാണ്, അവർക്ക് ഇയാൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു പ്രണയമാണ് ഉള്ളത്. പിന്നീട് ഏറ്റവും വേദനിക്കുന്ന കാര്യം കമ്പാരിസൺ. വേറെ കല്യാണം കഴിഞ്ഞാണ്, അവർക്ക് ഫാമിലിയും കാര്യങ്ങളും ഉണ്ട്. ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവത്തിലൊരു പ്രത്യേകത എന്താണെന്ന് പറയുക, ഈ സ്ത്രീ എന്നിട്ടും സ്വന്തം ഭർത്താവ് ശരിയാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെ ഇഷ്ടത്തിന് പോയി, പക്ഷെ ആ സ്ത്രീ എന്താ മനസ്സിലാക്കാത്ത, എനിക്കൊരു കുടുംബമില്ലേ, എനിക്കിതില്ലേ. ഈ പെണ്ണുങ്ങളുടെ മനസ്സാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. എൻ്റെ എന്ന് പറയേണ്ട എൻ്റെ ഹസ്ബൻഡിന് എന്നെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാതെ വേറെ പെണ്ണിൻ്റെ കൂടെ റിലേഷൻഷിപ്പിലുണ്ടാകുമ്പോൾ അവിടേക്കാൾ കൂടുതൽ അവർക്ക് തെറ്റ് കാണാൻ പറ്റുന്നത് പെണ്ണിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ആ സ്ത്രീയാണ് എല്ലാം കൊണ്ടും എല്ലാം നോക്കുന്നവളാണ്, അവൾ മിടിക്കുകയാണ്, കാര്യങ്ങളാണ്, നിന്നെക്കാളും സ്മാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ കല്യാണം കഴിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്യുക, കാണാൻ പറ്റാണ്ട് വിധത്തിലാക്കുക. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ചേരാത്ത ബന്ധമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്താൽ നിങ്ങൾക്കൊക്കെ ആരാ അധികാരം തന്ന്? ബാക്കി എല്ലാവരുടെ അടുത്ത് നന്നായി പെരുമാറും ഒക്കെയോ, എല്ലാവർക്കും വേണ്ടതും ചെയ്തു കൊടുക്കും. പൈസ വേണോ അത് കൊടുക്കാം, സൗകര്യങ്ങൾ വേണോ അത് കൊടുക്കാം. പക്ഷേ ആ പെൺകുട്ടിക്ക് വേണ്ടത് എന്താണ്? അവളോട് സ്നേഹത്തോടു കൂടി ഒന്ന് പറയാം, കംപ്ലീറ്റ് പരിഹസിക്കുക, ടൈം ആവാം. ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഡിപ്രഷനിലേക്ക് താണുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോന്ന് വന്ന് പറയുന്ന സമയത്തും ഞാൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് സാരില്ല പോട്ടെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം വേറെ റിലേഷൻഷിപ്പ് വെക്കുന്നതിനേക്കാളും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു, ആ റിലേഷൻഷിപ്പിൽ അവൻ വെക്കണതും പോരാ, അതും പറഞ്ഞിട്ട് ഒപ്പം യാതൊരു തെറ്റും ചെയ്യാത്തൊരു നിരപരാധിയായ പെണ്ണിനെ കൊണ്ടുവന്ന് അവളോട് മറ്റൊരാളിനെ വെച്ചിട്ട് കമ്പാരിസൺ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെയാണ് പെണ്ണ് സ്ട്രോങ് ആവേണ്ടത്. തിരിച്ച് നല്ല രണ്ട് വർത്താനം പറയാൻ അറിയാഞ്ഞിട്ടാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഇപ്പോഴും കുറേ സ്ത്രീകളുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ന് ശരിയാവും, എന്നാലും ആ സ്ത്രീ അങ്ങനെ ചെയ്യാൻ പാടുമോ? എൻ്റെ ഭർത്താവിനെ, അവളാണ് ഒറ്റൊരുത്തി, അവൾക്കൊരു ഫാമിലി ഉള്ളതല്ലേ, അവൾക്ക് കുട്ടികളുള്ളതല്ലേ, എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ പോകുന്നതും തന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ല, തന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല, തനിക്ക് വേണ്ടത് ആ ഒരു പരിഗണന കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് അധികം സ്ത്രീകൾക്കും ഞാൻ കാണുന്ന പ്രശ്നം. ഇതൊക്കെ ഓരോ ടൈപ്പിലാണ് കേട്ടോ ഓരോരുത്തരെയും കാണുന്നത്. എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് റെലവൻ്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറൊരു കാര്യത്തിൽ എന്താണ്ടായെന്ന് വെച്ചാൽ വേറൊരു പെൺകുട്ടിയുടെ കല്യാണവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു 1.25 വർഷത്തോളം അവർ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞപ്പോലും ഒരിക്കൽ പോലും അവരെ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ കാണുക പോലും ചെയ്യാതെ മെൻ്റലി വളരെ വിഷമമായിട്ട് അവർ പിന്നെ അതൊന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള തീരുമാനം എടുത്ത് അവരതിന് നിൽക്കുകയാണ്. പക്ഷേ എങ്ങനെയാണെങ്കിലും എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ വിവാഹം കഴിക്കുമ്പോൾ അത് രണ്ടുപേരുടെയും സ്വപ്നങ്ങളാണ്, രണ്ട് കുടുംബങ്ങളുടെയും. ഒരുപാട് പൈസ മുടക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ കൊറോണ കാലം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പെൺകുട്ടി എന്നെ ബ്ലോക്കാക്കി എനിക്ക് കാണാൻ പറ്റുന്നില്ല, അദ്ദേഹം എന്നോട് മിണ്ടിയില്ല, സംസാരിച്ചില്ല, ഇതാണ്. അവിടെയോ ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിലൊക്കെ നമുക്ക് പിന്നെ ഓക്കെ വിചാരിക്കും. പക്ഷെ സ്വന്തം ഭാര്യ ഭർത്താവ് എന്നുള്ള റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കാണിക്കുമ്പോഴും ലാസ്റ്റ് എന്തിനാണ്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ എന്നുള്ളൊരു തോന്നലിലെത്തുമ്പോൾ പലപ്പോഴുമാണ് പലരും പല വിഡ്ഢിത്തരങ്ങളിലേക്കും പോകുന്നത്. നമ്മളെ എളുപ്പം ആൾക്കാരെ കുറ്റപ്പെടുത്താൻ തോന്നും. ഇതിനു മുമ്പ് ഞാനൊരു ആൺകുട്ടിയുടെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സ്വപ്നങ്ങളോട് കൂടി കല്യാണം കഴിച്ചിട്ട് അവൾ അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കില്ല. അവൾ ഭയങ്കര ഇഷ്യൂ ഉണ്ടാവണം. അന്ന് പോയി കഴിഞ്ഞാൽ എന്താ, അവനെ വേറെ പേരാ വിളിക്കുക,
മനസ്സിലായോ? അവൻ സ്വന്തമായി കല്യാണം കഴിച്ച് എന്താ പറയുക, എൻ്റെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഭാര്യയുടെ അടുത്തേക്ക് പോലും അവനെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെ പിന്നിൽ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫോണിൽ അവൻ്റെ നിർദ്ദേശങ്ങളുണ്ട്, ഒരു കാരണവശാലും നിൻ്റെ അടുത്തേക്ക് എത്തിക്കരുത് എന്നൊക്കെ. ഇതൊക്കെയാണ് ഇവിടെ ഈ ലോകത്ത് ഈ 4 പുറം നടക്കുന്നത്. ഡെയിലി ഇങ്ങനത്തെ എന്തെങ്കിലും വരാറുണ്ട് കൗൺസിലിംഗ് കേസിന്. സോർട്ട് ഔട്ട് ചെയ്യുന്നതിൽ പലർക്കും മൂവ് ഓൺ ചെയ്യാനുള്ള കഴിവില്ല. ചില ആൾക്കാർ ദൈവങ്ങളാണെന്ന് തോന്നും. എങ്ങനെയാണ് ക്ഷമിച്ച് പൊരുത്തുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ച് കൂടെ നിർത്തി നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലതാണ്. ചിലരെ ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കൊല്ലുകയല്ല, ഇങ്ങനെ നീറി കൊല്ലുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ്. ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്ന് തോന്നി. എത്ര സ്റ്റോറീസ് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സ്റ്റോറീസിൽ ഈ പറയുന്ന വ്യക്തികൾക്കൊരു ആഗ്രഹമുണ്ട് പബ്ലിക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. കാരണം എന്തിനും ഏതിനും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ ചുറ്റും. അപ്പം ഇതിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയാം, എന്താണ് ഇവിടേക്ക് ഇവർ ചെയ്യേണ്ടിയിരുന്നത്? ആ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ ഇന്ന് ഈ പോസ്റ്റ് ഇടുന്നത്. ഇത് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയുമല്ലോ, സംഗതി ആരും എന്താ പറയുക, മതപരമായ കാര്യങ്ങളൊന്നും എടുക്കരുത്. രാധേ കൃഷ്ണ അല്ലെങ്കിൽ രുക്മിണി ഓരോരുത്തരുടെ സ്നേഹത്തിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് സ്വന്തമാക്കാൻ പറ്റാത്ത ഒരാളുടെ സ്നേഹം എന്നൊക്കെ പറയും. സ്വന്തമായി കൊണ്ടുവന്നിട്ടും ഏത് നേരവും വേറെ ആളെ കുറിച്ചിട്ട് കേൾക്കേണ്ടി വരുന്നോ, അല്ലെങ്കിൽ അവളുടെ പേരിന് പകരം വേറൊരാളുടെ പേരാണ് ഏതു നേരവും കേൾക്കേണ്ടി വരുന്നത്. സ്ഥാനത്തിനോ ഭാര്യ എന്നുള്ള പദം, അങ്ങനെയുള്ളവളുടെ മനസ്സ് അവിടെ എന്താ പറയണ്ടേ? നിങ്ങൾ പറ എന്നുള്ളത് ഈ കഥയാണ്, റിയൽ സ്റ്റോറി. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഇമോഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾക്കതിനൊന്നും പറയാനില്ലെങ്കിൽ പറയാനില്ല, പക്ഷേ യാതൊരു കാരണവശാലും അവരെ വേദനിപ്പിക്കുന്ന ഒരു കമൻറ്റ് വരരുതെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്.